Hi dears, welcome to Aadhish Creations. ഇന്ന് നമ്മൾ ഒരു ജ്വല്ലറി സെറ്റിൻ്റെ പെയിൻറ്റിങ് വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ലോക്കേഴ്സ് ഒക്കെ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഒരു സാൻഡ് പേപ്പർ യൂസ് ചെയ്തിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ ആ സൈഡൊക്കെ ഒന്ന് എഡ്ജ് ഭാഗമൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്തിങ്ങനെ കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ സൈഡൊക്കെ നമുക്ക് നല്ല നീറ്റായിട്ട് കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ദേ എല്ലാ സൈഡും നമുക്ക് ഇതുപോലെ ഒന്ന് എല്ലാത്തിൻ്റെയും ഒന്ന് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ എല്ലാ സൈഡും ഒന്ന് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഈ ഒരു 3 കളർ പെയിൻ്റാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബ്ലാക്ക് കളറുണ്ട്, അത് സിൽവർ കളറും ഉണ്ട്, ഒരു ബ്ലൂ കളറും ഉണ്ട്. അപ്പോൾ സിൽവർ കളറിൻ്റെ ഒരു പൗഡറാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് നമുക്ക് വേണം. അതുപോലെ തന്നെ ബ്ലാക്ക് കളർ യൂസ് ചെയ്തിട്ട് നമുക്കതിൻ്റെ ആ ഒരു ലോക്കറ്റ്സിൻ്റെ ഭാഗമൊക്കെ ഒന്ന് നമുക്കൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ പെയിൻറ്റ് ചെയ്യാൻ നേരം ഇതുപോലെ ബ്ലാക്ക് കളർ ഫുള്ളായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഫുള്ളായിട്ട് അതിനിടയ്ക്കുള്ള എന്താ പറയുക, നമ്മുടെ എഡ്രക്ലയുടെ ഭാഗമൊന്നും കാണാത്ത വിധത്തിൽ വേണം നന്നായിട്ടൊന്ന് ഫിനിഷ് ചെയ്ത് വേണം നമ്മൾ ഈ ഒരു പെയിൻറ്റ് തേച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ എല്ലാ എല്ലാ ലോക്കറ്റ്സിൻ്റെയും ഭാഗമൊന്ന് നമുക്കൊന്ന് ഇതുപോലെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എപ്പോൾ ചെയ്താലും ഇതുപോലെ ആൻറ്റിക് സിൽവർ കളറോ അല്ലെങ്കിൽ ഏത് കളറോ ആകട്ടെ, അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു ബ്ലാക്ക് കളർ കോട്ടിംഗ് ഒന്ന് കൊടുത്തതിന് ശേഷം വേറെ കളർ കൊടുക്കുമ്പോൾ പ്രത്യേക ഒരു ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ബീഡ്സുകളൊക്കെയാണ്. ബീഡ്സൊക്കെ ചെയ്യാനായിട്ട് ഞാൻ ഈ ഒരു ബ്ലൂ കളറിലെ പെയിൻറ്റ് ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ ബീഡ്സും നമുക്കിതുപോലെ ഒന്ന് ബ്രഷ് വെച്ചിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓരോ ഭാഗവും ചെയ്തിട്ട് ഒന്ന് ഡ്രൈ ആയതിന് ശേഷം വേണം അടുത്ത ഒരു കോട്ടിങ്ങും കൂടെ കൊടുക്കാൻ. ഇപ്പോൾ ഇവിടെ 2 കോട്ടിങ് ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഫസ്റ്റ് കോട്ടിങ് കൊടുത്തിട്ട് ഇതൊന്ന് ഡ്രൈ ആയിട്ട് ശേഷം മാത്രമേ അടുത്തത് കൊടുക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെ വേണം നിങ്ങൾ പെയിൻറ്റ് ചെയ്യാനായിട്ട്. ബാക്കിയുള്ള ഭാഗം കൂടെ നമുക്കൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എടുക്കുന്നത്, ഞാൻ ഈ ഒരു ആക്രിലിക് കളേഴ്സിൻ്റെ പൗഡറാണ് എടുക്കുന്നത്, സിൽവർ കളറിൽ കേട്ടോ. അപ്പോൾ ഇത് വന്നിട്ട് നമുക്ക് 2 ടൈപ്സിൽ നമുക്ക് യൂസ് ചെയ്യാം. കാരണം ഈ ഒരു ആക്രിലിക്കിൻ്റെ ഈ ഒരു മീഡിയം നമുക്ക് ജെൽ മീഡിയം നമുക്ക് വാങ്ങിക്കാനായിട്ട് അവൈലബിൾ ആണ്. 190 റുപ്പീസാണ് കേട്ടോ എൻ്റെ റേറ്റ്. അപ്പോൾ അതും ഇതും കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പെയിൻറ്റ് ചെയ്യാം. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലേക്ക് കുറച്ച് പൗഡർ എടുത്തിട്ട് നമ്മുടെ ഈ ഒരു ലോക്കറ്റിലേക്കൊക്കെ ഒന്ന് കൈകൊണ്ട് തന്നെ ഒന്ന് തേച്ച് കൊടുക്കുക. അപ്പോൾ കൂടുതലും എനിക്ക് തോന്നുന്നു ഈ കൈകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ആൻറ്റിക് സിൽവർ കളറൊക്കെ ചെയ്യാൻ നേരം ഇങ്ങനെ കൈകൊണ്ട് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ഭംഗി തോന്നിക്കുന്നത്. നമുക്ക് ഈ ഒരു ജെൽ മീഡിയം നമുക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്കൊരു പെയിൻറ്റിൻ്റെ തന്നെ ടെക്സ്ചർ കിട്ടും. പക്ഷെ കൂടുതലും നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു മെത്തേഡ്സിലാണ്. അപ്പോൾ ഇതുപോലെ ഓരോന്നും നമുക്ക് ഇതുപോലെ തന്നെ നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ നമുക്ക് ഒന്ന് തേച്ച് കൊടുക്കാം. വളരെ എളുപ്പത്തിൽ നമുക്ക് അന്നേരം ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൻ്റെ തന്നെ ഗോൾഡൻ കളറും നമുക്ക് ഒരു പൗഡർ രൂപത്തിൽ നമുക്ക് കിട്ടും. അതും നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാം. കയ്യിൽ അത്യാവശ്യം നല്ലതായിട്ട് പിടിച്ചിരിക്കും. നമുക്ക് അതുകൊണ്ട് തന്നെ നമുക്ക് ബാക്കിയുള്ള ഭാഗം കൂടെ നമുക്ക് നന്നായിട്ട് തന്നെ ഒരുമിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഇതിനൊന്ന് ഡ്രൈ ആവട്ടെ കേട്ടോ. ഡ്രൈ പിന്നെ അതിന് ശേഷം നമുക്ക് ആദ്യം നിക്രോം വെയറും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ബീഡ്സൊക്കെ നമുക്ക് ആവശ്യമാണ്. പിന്നെ നമുക്കൊരു വാർണിഷ് ആവശ്യമാണ്. നമുക്കിതിൻ്റെ ബാക്കി ഭാഗമൊക്കെ ചെയ്യാനായിട്ട് ഇത്രയും കാര്യങ്ങൾ ആവശ്യമാണ്. നിക്രോം വെയർ ഞാൻ എത്രയാണോ വേണ്ടത് അത്രയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം അതിനകത്തോട്ടൊരു ഹോളുള്ളൊരു ബീഡ് കയറ്റിയിട്ടുണ്ട്. എന്നിട്ട് അതിനൊന്ന് വളച്ച് കൊണ്ടുവന്നിട്ട് ആ ഒരു ബീഡ്സിനകത്തോട്ട് നമ്മളുടെ ആ ഒരു കൊളുത്തൊന്നാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതൊരു കൊളുത്ത് പോലെ നമ്മളൊന്നാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ പ്ലെയർ വെച്ചിട്ട് ആ ഒരു ബീഡൊന്ന് അടുപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കവിടെ ലോക്കായിട്ട് കിടന്നോളും. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി ബാക്കിയുള്ള അങ്ങേറ്റത്തെ ഭാഗം വെച്ചിട്ട് നമുക്ക് ബീഡ്സൊക്കെ ഒന്ന് കോർത്ത് കൊടുക്കാം. ഇതുപോലെ അടുപ്പിച്ചടുപ്പിച്ച് ബീഡ്സുകൾ നമുക്കിതുപോലെ ചെയ്ത് കൊടുക്കാം.
ഇതുപോലെ ചെയ്ത് കൊടുത്തു. ഇനി നമ്മുടെ ഈ ലോക്കറ്റ്സുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് നമുക്ക് ഈ ഒരു ക്രോം വെയറിലേക്കൊന്ന് കോർത്ത് കൊടുക്കാം. ഇതുപോലെ അടുപ്പിച്ചടുപ്പിച്ച് നമുക്കൊന്ന് കോർത്ത് കൊടുക്കാം. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഒരു ജ്വല്ലറി സെറ്റാണ് കേട്ടോ ഇത്. പെട്ടെന്ന് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇതുപോലെ എൻ്റെ ബാക്കിയുള്ള ബീഡ്സും കൂടെ നമുക്കൊന്ന് കോർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഇങ്ങനെയാണ് വരുന്നത്. ഇനി നമുക്ക് ഈ ഒരു വാർണിഷ് യൂസ് ചെയ്തിട്ട് ഒന്ന് ഫൈനൽ കാണാം. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത് നമ്മുടെ ഫൈനൽ ഔട്ട്ലുക്ക്. ഇതുപോലെ 2 കമ്മലുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റഡുകൾക്കും സെയിം തന്നെ ഇതുപോലെ ബ്ലാക്ക് കളറിലെ കോട്ടിങ് കൊടുത്തിട്ട് അതിന് ശേഷം നമ്മൾ ഈ ഒരു സിൽവർ കളറിലെ പൗഡർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്